നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ട്രൂ ഫീലിങ്സ് എന്താണ്, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് എനർജി എന്തായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. കൂടുതൽ പേരും ഇപ്പോൾ സെപ്പറേഷൻ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആയിട്ടുള്ളതിൻ്റെ റീസൺ പോലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അതൊരു പേഴ്സൺ തന്നെയാണ് എന്നാണ് ഇവിടെ കൂടുതൽ പേർക്കും കാണുന്നത്. കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൂടുതലും അവോയ്ഡ് ചെയ്തതാണ്. അതായത് അവർ മനഃപൂർവ്വമായിട്ട് കുറേ പേർക്കെങ്കിലും കുറച്ച് പേരെങ്കിലും അല്ലാതെ മനസ്സോടെ ചിലപ്പോൾ അറിവില്ലാതെ ചിലപ്പോൾ ചെന്ന് ചാടിയതായിരിക്കാം. എന്തെങ്കിലും അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ മനസ്സിനെ കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ കുറേയധികം കുറ്റങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ചിലപ്പോൾ ആക്കിയിട്ടുണ്ടാവാം. പക്ഷെ കുറച്ച് പേരെങ്കിലും തന്നെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ മറന്നുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പുറകെ പോയിട്ടുള്ളതാണ് കുറച്ച് പേരെങ്കിലും. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വന്നു, ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവർ മനസ്സുകൊണ്ട് തിരിച്ചു വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പേജ് ഓഫ് സ്വാർഡ്സ് ആയിക്കോട്ടെ, എയ്റ്റ് ഓഫ് പെന്റാക്കിൾസ് ആയിക്കോട്ടെ, ഈ ഒരു സമയത്ത് അവർ ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർ ഒരുപാട് പാഠങ്ങൾ ലൈഫിൽ പഠിച്ചിട്ടുണ്ട് ഇതിനോടകം. പക്ഷെ അവർ നിങ്ങളെ ഒരുപാട് കരയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് പേരെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം പോലും അന്ന് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ആത്മാർത്ഥമായിട്ട് അവർ മനസ്സാലെ ഒത്തിരി ആത്മാർത്ഥതയോടെ ആയിരിക്കില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം. ഒരുപാട് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷനോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഫിനാൻഷ്യലി ഹെൽപ്പ് കിട്ടുമെന്നോ ഒക്കെ കരുതിയിട്ട് കൂടെ ആവാനാണ് സാധ്യത. പക്ഷെ കുറച്ച് പേരെങ്കിലും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്ത് പോയതിൽ അവർക്ക് ആദ്യമൊന്നും തന്നെ ഒരു രീതിയിലും കുറ്റബോധം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ ഒരുപാട് തിരിച്ചറിയുന്നുണ്ട്. കാരണം അവർ ലൈഫിൽ ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടി, ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ഒരുപാട് ബേർഡൻ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അത് നിങ്ങളുടെ ഒരു ശാപം പോലെയൊക്കെ അവർക്കിപ്പോൾ തോന്നുകയാണ്. കാരണം നിങ്ങൾ അത്ര ജെന്യുയിൻ ആയിരുന്നു. ഭയങ്കര പ്യുവറായിട്ട് തന്നെ നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഒരു ഭയങ്കര പ്യുവറായിരുന്നു. ഒട്ടും തന്നെ ഒരു കളങ്കമില്ലാത്തൊരു സ്നേഹമായിരുന്നു. അതൊക്കെ അവർക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി പോലും അവരെ പല രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ ഭാഗത്ത് നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. അതുമല്ലാണ്ട് ഒരുപാട് കാര്യത്തിലൊക്കെ അബദ്ധങ്ങൾ ചെന്ന് ചാടി പലരുടെയും വാക്ക് വിശ്വസിച്ച് പോയി. അങ്ങനെ ലൈഫ് ഇപ്പം മൊത്തത്തിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ ആലോചിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രേഷ്യസ് ആയിരുന്നു, നിങ്ങളുടെ പ്രണയം എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നൊക്കെ തന്നെ അവരിപ്പോൾ ശരിക്കും ആലോചിക്കുന്നത് നിങ്ങളോട് അവർ ചെയ്തു പോയതിന് അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. സോ അത്തരം ഒരു എനർജിയാണ്. കാരണം അവർ അത്രത്തോളം ഇപ്പോൾ തിരികെ വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയാം കൂടുതൽ പേരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തന്നെ. കാരണം അത്രയധികമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇവരെത്രത്തോളം വേദന തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മറക്കാനായിട്ട് ഇപ്പോഴും സാധിക്കാതെ വരുന്നുണ്ട്. നിങ്ങൾ കുറേ പേര് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോഴും ഈ ഒരു വ്യക്തി ലൈഫിൽ ഇനി ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും ഇവരെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്കൊരു ഭയങ്കര അത്രത്തോളം നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു സ്നേഹമുണ്ട്. നിങ്ങൾ പുറമേ അത് മറയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ കുറേ പേരെങ്കിലും സെൽഫ് ഫോക്കസ്ഡ് ആയതുപോലും അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടാവാം. ഡ്രൈവിംഗ് പഠിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മൈൻഡ് ഒന്നുകൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ടൊന്ന് ഡൈവേർട്ടാക്കി മൈൻഡിനെ വിടണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്തിലേക്കൊക്കെ കൂടുതലായിട്ടും ഫോക്കസ് ആയിട്ടുണ്ടാവാം. പക്ഷേ എന്നാൽ പോലും അതൊക്കെ തന്നെ ഈ ഒരു വ്യക്തിയെ മറക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ കുറേ പേർക്കെങ്കിലും ഈ ഓർമ്മ വീണ്ടും വീണ്ടും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇത്രത്തോളം ഈ ഒരു പേഴ്സണൽ അഡിക്റ്റായി പോകാനുള്ള റീസൺ പോലും നിങ്ങളുടെ ഒരു വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്തായിരിക്കണം ഈ ഒരു പേഴ്സണെ നിങ്ങൾ കണ്ടുമുട്ടിയത്. സോ അപ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിച്ച് നിങ്ങളുടെ ഒരു വൈബ് പോലെയൊക്കെ ഫീൽ ചെയ്തു. അങ്ങനെ ചിലപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് ആയിട്ടുണ്ടാവാം. സോ ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള കരുതലും സ്നേഹവും ഒക്കെ തന്നെ ജെന്യുവൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കത് ഭയങ്കര വാല്യബിൾ ആയിരുന്നു. സോ ആ ഒരു ടൈമിൽ നിങ്ങളെ എത്രത്തോളം മുറുകെ പിടിച്ചതും
അല്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിച്ചതും നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്വൈസ് തന്ന് നിങ്ങളെ കൂടെ നിന്നതും ഒക്കെ ഈ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് പോയതുകൊണ്ട് നിങ്ങൾക്ക് അത്രത്തോളം ഭയങ്കര ഡീപ്പായിട്ടുള്ള കുറച്ച് ഫീലിങ്സ് ഒക്കെ ഇവരോട് തോന്നുന്നത് പോലും അത്തരം ഒരു സാഹചര്യത്തിൽ ഇവർ കൂടിയിട്ടുള്ളത് കൊണ്ടാവണം. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ട് ടൈഡപ്പായിട്ടുള്ളൊരു അവസ്ഥയിലാണ് കാണുന്നത്. ഏറ്റവും സ്വാട്സിൻ്റെ എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഈ ഒരു സമയത്ത് പോലും ഒരു ടയർഡപ്പായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. ഭയങ്കരമായിട്ടൊരു എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. എന്താണ് അടുത്തത് എന്നുള്ളത് പോലും അവർക്ക് അറിയില്ല. ഒരു ഡിസിഷൻ ലൈഫിലും എടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിഞ്ഞു പോകണം എന്നുണ്ട്, പക്ഷെ അതും പോകുന്നില്ല. അപ്പോൾ എല്ലാത്തിനിടയിൽ പെട്ട് കിടക്കുന്നതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവർക്ക് തന്നെ അറിയാം അവരായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, അവരായിട്ട് തന്നെ വരുത്തി വെച്ചതാണ് എന്നുള്ളത് അവർക്കറിയാം. എന്നാലും എങ്ങനെ ഇനി പഴയൊരു ലൈഫ് തിരിച്ചു പിടിക്കുമെന്ന് പോലും അവർക്കൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സിൻ്റെ എനർജി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് പോലും അവർ മറ്റെന്ത് കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടുണ്ടെങ്കിലും ഒക്കെ തന്നെ അവരിപ്പോൾ ഓർക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു മെമ്മറീസും കാര്യങ്ങളും ഒക്കെയാണ്. എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു, എത്രത്തോളം പ്യുവറായിട്ടാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചത്, അവരെ കെയർ ചെയ്തത്, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുത്തത്. കുറേ പേരെങ്കിലും ചിലപ്പോൾ ഫിനാൻഷ്യലി പോലും ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അത്തരം ഒരു സഹായം പോലും ചിലപ്പോൾ നിങ്ങളിൽ കുറേ പേരെങ്കിലും ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ തിരിച്ചറിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് തന്നെ അറിയാം അവർ എത്രത്തോളം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരുപക്ഷേ ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ള സമയത്ത് ഭയങ്കരമായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തൊരു സമയത്തായിരിക്കണം ഈ ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ ഇവരുടെ ബിഹേവിയറിലൊക്കെ ചേഞ്ച് വരികയും അങ്ങനെ പെട്ടെന്ന് ദേഷ്യം, എന്തിനും ദേഷ്യം, അങ്ങനെ എല്ലാത്തിനും ഓരോ കുറ്റം പറയുക, അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പതിയെ പതിയെ ഒരു ഇങ്ങനെ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോകുന്നാലും നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും എന്താണ് റീസൺ എന്ന് പോലും മനസ്സിലാവാതെ നിങ്ങൾ നിന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നിങ്ങളിപ്പോൾ ഉള്ളൊരവസ്ഥയേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ കുറേ പേര് ആ ഒരു സമയത്താണ് ഒരുപാട് വിഷമിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറേ പേരെങ്കിലും ആ ഒരു മനധൈര്യമൊക്കെ എങ്ങനെ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും എങ്ങനെ അവരില്ലാതെയും പോകാമെന്ന് കുറച്ച് പേരെങ്കിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ വിചാരിച്ചിരുന്നത് ഇവരിനി കംപ്ലീറ്റ് ആയിട്ട് ലൈഫിൽ നിന്ന് പോയാൽ ഇനി എന്ത് ചെയ്യും, തനിയെ ഇനി മുന്നോട്ട് എങ്ങനെ, അതായത് ലൈഫിൽ മുന്നോട്ട് ഇവരില്ലാണ്ട് എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ അവോയ്ഡ് ചെയ്യാമെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങൾ കുറേ പേര് നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് പോലും കളഞ്ഞിട്ട് ഇവരുടെ പുറകെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ട് പോലും ഇവർ ആ ഒരു യാതൊരു പരിഗണനയും നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങളെ വെറും ഒരു ഭയങ്കരമായിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണീര് കണ്ട് ആനന്ദിച്ചിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ തന്നെ. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചിലപ്പോൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങളിൽ കുറേ പേരെങ്കിലും. പക്ഷേ ഇപ്പോഴും എന്താണ്, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് മനസ്സ് നിറച്ച് നിങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, ഇതിന് എനർജി ഇങ്ങനെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് കാണുന്നതിൽ, അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ തിരികെ വന്നു കഴിയുമ്പോൾ, അതായത് മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്ത് പോയിട്ടുള്ളവരാണ് ഇവിടെ കൂടുതലും അങ്ങനെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. വളരെ കുറച്ച് പേര് ചിലപ്പോൾ മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച് അങ്ങനെ പോയിട്ട് ഇപ്പോൾ തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നവരും കാണും. എന്നാലും കൂടുതലും അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോ ഇത്തരം ആൾക്കാരൊക്കെ തിരികെ വരുന്ന സമയത്ത് വീണ്ടും ഇനി അക്സെപ്റ്റ് ചെയ്യണോ ലൈഫിലേക്ക്, ഇനി അവർക്കൊരു അവസരം കൊടുക്കണോ, അതോ ഇനി ഇപ്പോൾ പോണ പോലെ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് അങ്ങനെ പോയാൽ മതിയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതും ഒരു ഡിസിഷൻ എടുക്കേണ്ടതും നിങ്ങളാണ്. സോ നിങ്ങൾക്കാണ് നിങ്ങളുടെ പേഴ്സൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തത്തിലുള്ള ഒരു എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള നേച്ചറൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ റീഡിംഗ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെയുള്ള വ്യക്തികൾ തിരികെ വരുന്ന സമയത്ത് ഇനി ഒരു അവസരം കൊടുക്കണോ, അതോ വീണ്ടും ഇനി അവർ ചീറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവുമോ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇനി നോ പറയണോ എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ്. എന്തായാലും ഇവിടെ ഇന്ന് കിട്ടിയിട്ടുള്ള ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തത പോലും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി പോലും ഇല്ലാതെ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാക്കുന്നുണ്ട്. എന്തായിരുന്നു നിങ്ങൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹവും കരുതലും ഒക്കെ തന്നെ ഭയങ്കര പ്രീഷ്യസ് ആയിരുന്നു എന്ന് അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. കാരണം ചുറ്റിനും നിന്നിട്ട് ഒരുപാട് പേര് അവർ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. പല രീതിയിൽ, അതായത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയറിലാണെങ്കിലും
ലൈഫിലാണെങ്കിലും ഒക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഴ്ചയാണ് അവർക്ക് വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് സ്പോർട്സ് ഒക്കെ നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ട് എന്താണ് ഭയങ്കരമായിട്ടൊരു ഒരു ഡൗൺ ആയിട്ടുള്ള അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇനി വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ മെമ്മറീസാണ് ഇപ്പോൾ അവർക്ക് കൂടുതലായിട്ടും. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു സെപ്പറേഷൻ വന്ന സമയത്ത് നിങ്ങൾ കുറേ പേരെങ്കിലും ആ ഒരു സെപ്പറേഷൻ താങ്ങാനാവാണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു സെപ്പറേഷൻ താങ്ങാനാവാത്ത സമയത്ത് നിങ്ങൾ ചിലപ്പോൾ അന്ന് ആ ഒരു സമയത്ത് ചിലപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇതുവരെ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ഒക്കെ തന്നെ നിങ്ങൾ മാപ്പ് കൊടുക്കാം. പക്ഷേ അവരൊന്ന് വന്നാൽ മതി എന്ന് കരുതിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവരെ അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിന് ഉള്ള അഫർമേഷൻസും ഒക്കെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. മേ ബി അതിൻ്റെയൊക്കെ ഫലമെന്നോണം ഈ ഒരു സമയത്താണ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ഓർമ്മകൾ അതിശക്തമായിട്ട് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കണം അവർക്ക് നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഈ ഒരു സമയത്ത്. പക്ഷെ നിങ്ങൾ ഇനി അവരെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയവും അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു എനർജി.